AK-47 പെല്ലറ്റ് ഗൺ, സ്വകാര്യ ഭാഗത്ത് വരെ തിരികെ കയറ്റിയ ലാത്തി, തീവ്രവാദി രാജ്യദ്രോഹി പട്ടം, അങ്ങനെ ഭയപ്പെടുത്താൻ സർവ്വസന്നാഹങ്ങളുമായി ഇറങ്ങിയിട്ടും അതിദയനീയമായി തോറ്റമ്പിയവരാണ്. ആ സമരത്തിന്റെ മുഖമുദ്ര തന്നെ നിർഭയത്വമായിരുന്നു. പേടിയില്ലാത്തൊരു തലമുറ ഒരു ഭരണകൂടത്തെ കുത്തിച്ചതിന്റെ ജാളിത മറയ്ക്കാനാകണം സുപ്രീംകോടതി നിർദ്ദേശം വരെ മറികടന്ന് യൂണിഫോം പോലുമില്ലാതെ AKG ഭവനിലേക്ക് ഇടിച്ചുകയറിയത്. അവർ പേടിക്കുന്നത് ആരെയാണ്? ഒരു 30-കാരിയെ. കഴിഞ്ഞ കാലങ്ങളിൽ ഈ രാജ്യം കണ്ട സമരങ്ങളിലെല്ലാം മുൻപന്തിയിലുണ്ടായിരുന്നവൾ. പണ്ടെങ്ങോ എടുത്തൊരു കേസിന്റെ പേരിലാണ് വേട്ടയാടൽ. നിവർന്നു നിന്നൊരാളൊരു ചോദ്യം ചോദിച്ചാൽ മിണ്ടാതെ മടങ്ങേണ്ടി വരുന്ന പോലീസ് സംവിധാനം. എന്തൊരു നാണക്കേടാണ് ആ കാഴ്ച. കേന്ദ്ര സർക്കാരിനെതിരെ തൊണ്ടപൊട്ടി മുദ്രാവാക്യം വിളിച്ചവരിൽ BJP മന്ത്രിയുടെ മകളുമുണ്ടായിരുന്നു. താമരയ്ക്ക് വോട്ട് ചെയ്ത വിരലുകൾ സമരത്തിലുടനീളം ഉയർത്തിക്കാട്ടിയ കുട്ടികളുണ്ടായിരുന്നു. എത്ര പേരെ നിശബ്ദമാക്കും, എത്ര പേരെ തുറങ്കിലടയ്ക്കും. 35 ദിവസം സർവ്വ പിന്തുണയും നൽകിയിട്ടും അവസാനം രാജിവെക്കേണ്ടി വന്നെങ്കിൽ ഈ നാട്ടിലെ യുവാക്കളുടെ രോഷം അത്രമേൽ വലുതായിരുന്നുവെന്ന് ഇനിയും തിരിച്ചറിയാനാകാത്തത് എന്തുകൊണ്ടാണ്? ജയിലിലടച്ച് നിശബ്ദമാക്കാനോ ശ്രമം?